നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യവിരുദ്ധ നിലപാടുകൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് രാജ്യം അതിശക്തമായ നിലപാടുകൾ മുൻപ് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ചാനൽ ചർച്ചകളിലൂടെയൊക്കെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, അതിലൊക്കെ അതിരൂക്ഷ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും മാധ്യമപ്രവർത്തകർക്ക് നേരെയും അവതാരകർക്കെതിരെയും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ടിവികളിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന വിദ്വേഷ പ്രസംഗങ്ങളിൽ അവതാരകർക്കെതിരെ വിമർശനവുമായി സുപ്രീം കോടതി. വിദ്വേഷ പ്രസംഗങ്ങൾക്ക് വാർത്താ ചാനലുകൾ വേദിയൊരുക്കുകയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ചാനൽ ചർച്ചകളിൽ വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അവതാരകരാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതിന് പല അവതാരകരും തയ്യാറാകുന്നില്ല. അവതാരകർക്ക് രാഷ്ട്രീയം കണ്ടേക്കാം, ചാനലുകൾക്ക് വ്യവസായ താൽപര്യങ്ങളും ഉണ്ടാകും. എന്നാൽ വിദ്വേഷ പ്രസംഗം പോലുള്ളവ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ടാണ് സർക്കാർ നിശബ്ദ കാഴ്ചക്കാരായി തുടരുന്നതെന്നും കോടതി ചോദിച്ചു. മുഖ്യധാരാ മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ ഉള്ള ഈ പ്രസംഗങ്ങൾ നിയന്ത്രണാതീതമാണെന്നും കോടതി നിരീക്ഷിച്ചു. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന നിമിഷം വിദ്വേഷ പ്രസംഗം തുടരാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടത് അവതാരകരുടെ കടമയാണെന്നും പത്രസ്വാതന്ത്ര്യം പ്രധാനമാണെന്നും നമ്മുടേത് അമേരിക്കയെ പോലെ സ്വതന്ത്രമല്ല, പക്ഷേ എവിടെ രേഖ വരയ്ക്കണമെന്ന് അറിയണമെന്നും ജസ്റ്റിസ് KM ജോസഫ് കഴിഞ്ഞ വർഷം മുതൽ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളുടെ വാദം കേൾക്കുമ്പോൾ നിരീക്ഷിച്ചു. വിദ്വേഷ പ്രസംഗം കാഴ്ചക്കാർക്ക് താൽപര്യമുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച കോടതി ഇത് ഒരു നിസ്സാര കാര്യമാണോ എന്നും ചോദിച്ചു. ഇത്തരം കാര്യങ്ങൾ തടയുന്നതിൽ സർക്കാർ എതിർ നിലപാട് സ്വീകരിക്കരുതെന്നും കോടതിയെ സഹായിക്കണമെന്നും കോടതി പറഞ്ഞു. വിദ്വേഷ പ്രസംഗങ്ങൾ തടയുന്നതിനുള്ള ലോ കമ്മീഷൻ ശുപാർശകളിൽ നടപടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. വിദ്വേഷ പ്രസംഗങ്ങൾ തടയാൻ നിലവിലുള്ള നിയമങ്ങൾ അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് KM ജോസഫ്, ഋഷികേഷ് റോയ് എന്നിവർ തുടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം. ചർച്ചകൾക്ക് ക്ഷണിച്ചുകൊണ്ടുവരുന്ന അതിഥികളെ ചില അവതാരകർ സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് ജസ്റ്റിസ് KM ജോസഫ് ആരോപിച്ചു. ചാനൽ ചർച്ചകൾ പ്രേക്ഷകരുടെ പ്രയോജനത്തിന് വേണ്ടി ഉള്ളതാണ്. എന്നാൽ ചാനൽ ചർച്ചകൾക്കിടയിലെ ഉച്ചത്തിലുള്ള ബഹളത്തിനിടയിൽ അതിഥികൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ആരാഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ചർച്ചയ്ക്കിടയിൽ ഉണ്ടാകുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ തടയാത്തവർക്കെതിരെ നടപടിയെടുക്കാൻ നിയമമുണ്ട്. ഇവിടെയും അത്തരം നിയമം അനിവാര്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നവംബർ 23-ന് കേസ് അടുത്തതായി പരിഗണിക്കും. ഏതായാലും രാജ്യം വളരെ പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. നവംബർ 23-ന് കേസ് അടുത്തതായി പരിഗണിക്കുമ്പോൾ നിർണായകമായ തീരുമാനം ഉണ്ടാകുമോ? രാജ്യം, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് പറയും എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.